ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓഡി റീസെൻ്റ്ലി റിവീൽ ചെയ്ത അവരുടെ A5നെ പറ്റിയാണ്. ഓഡി A4 റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് A5 റിവീൽ ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷൻ A5 നോക്കുകയാണെങ്കിൽ ഒരു 4-door കൂപ്പയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ A4 റീപ്ലേസ്മെൻ്റ് ആയിട്ട് എത്തിയപ്പോൾ സെഡാനായിട്ടും എസ്റ്റേറ്റ് ബോഡി സ്റ്റൈലുമാണ് ഓഡി A5 റിവീൽ ചെയ്തിരിക്കുന്നത്. A4 നിന്ന് A5ലേക്ക് പേര് മാറിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓഡി ഇനിയും തൊട്ട് അവരുടെ ലൈനപ്പിൽ EVകൾ ഈവൻ നമ്പറിലും കമ്പസ്റ്റൻ എഞ്ചിന് ഓഡ് നമ്പറിലും ആയിരിക്കും മാർക്കറ്റ് കൊണ്ടുവരിക. ഓഡിയുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമായ പ്രീമിയം പ്ലാറ്റ്ഫോം കമ്പസ്റ്റനിലാണ് ഓഡി A5 ബിൽഡ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബമ്പർ കുറച്ചുകൂടെ വൈഡ് ആക്കിയിട്ടുണ്ട്, ഒരു ഇമ്പോസിങ് ലുക്ക് കൊടുക്കുന്നതിന് വേണ്ടി. അതുപോലെ സൈഡിലോട്ട് വരുവാണെങ്കിൽ 17 ഇഞ്ച് അലോയ് വീലാണ് ഓഡി A5ന് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത്. 19 ഇഞ്ച് S ലൈനും S5നും കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം 20 ഇഞ്ച് അലോയ് വീല് ഓഡി A5ന് ഓപ്ഷനിലായിട്ടും കൊടുക്കുന്നുണ്ട്. ഒരു എയറോഡൈനാമിക് ആൻഡ് സ്ലീക്ക് ലുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. 2.9 മീറ്ററാണ് ഓഡി A5ൻ്റെ വീൽ ബേസ്. അത് അറൗണ്ട് 68 മില്ലിമീറ്റർ ലോങ്ങറാണ് A4നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കിലേക്ക് വരുവാണെങ്കിൽ Q6 e-tronൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് കാണാൻ സാധിക്കും. OLED ടെയിൽ ലൈറ്റിൽ 8 ഡിഫറെൻറ്റ് പാറ്റേൺസിൽ ലൈറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഔട്ട് ഗോയിങ് A4ൻ്റെ ചീപ്പ് ലുക്കിംഗ് ഫേക്ക് എക്സോസ്റ്റ് ട്രിമ്മിന് പകരം ഒരു റിയൽ എക്സോസ്റ്റ് ടിപ്പ് ഓഡി A5ന് കൊടുത്തിട്ടുണ്ട്. എൻജിനിലേക്ക് വരുവാണെങ്കിൽ എൻട്രി ലെവൽ A5ന് ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഓഡി A5ന് കൊടുക്കുന്നത്. അത് അറൗണ്ട് 150 ഹോഴ്സ് പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓഡി ഓപ്ഷനിലായിട്ട് A5ന് ക്വാട്രോ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിനും ഈ സെയിം പവർ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ ആ എഞ്ചിൻ അറൗണ്ട് 204 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യും. A5ൻ്റെ ഡീസൽ പവർ ട്രെയിനിലേക്ക് വരുവാണെങ്കിൽ ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് M5ന് ഓഡി കൊടുത്തിരിക്കുന്നത്. അത് അറൗണ്ട് 204 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെയിൻ സ്റ്റോപ്പിംഗ് S5ലേക്ക് എത്തുമ്പോൾ ഒരു 3 ലിറ്റർ V6 മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് ഓഡി A5ന് കൊടുത്തിരിക്കുന്നത്. ആ എഞ്ചിൻ അറൗണ്ട് 367 ഹോഴ്സ് പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇയറോടെ ഒരു പ്ലഗ് ഇൻ പവർ ട്രെയിനും A5 ലൈനപ്പിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ Q6 e-tronനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് A5നും ഓഡി കൊടുത്തിരിക്കുന്നത്. ഒരു കേർവ്ഡ് ഡാഷ്ബോർഡാണ് ഓഡി A5ന് കൊടുത്തിരിക്കുന്നത്. അതിൽ 11.9 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും 14.5 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും ഓഡി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 10.9 ഇഞ്ച് പാസഞ്ചർ സ്ക്രീനും ഓഡി ഓപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ A4നെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഒരു ബിഗ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഓഡി A5 ലോഞ്ച് ചെയ്തപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നത്. A5 റൈവൽ ചെയ്യാൻ പോകുന്നത് മെർസിഡീസ് C-ക്ലാസുമായിട്ടും BMW 3 സീരീസുമായിട്ടാണ്. നെക്സ്റ്റ് ഇയറോടെയാണ് A5 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുക. A5ൻ്റെ ഇന്ത്യ ലോഞ്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ കറണ്ട് ജനറേഷൻ A4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ജാനുവരി 2022 അതോടൊപ്പം സെപ്റ്റംബർ 22 അതിനൊരു ഫേസ് ഷിഫ്റ്റും ഇന്ത്യയിൽ കിട്ടിയായിരുന്നു. സോ ഗ്ലോബലി A5ൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയിലും ഓഡി A5 ലോഞ്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. സോ പുതിയ A5നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പോൾ അറിയുന്നതിന് ടോർക്കി ടോക്സ് എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So that's it for now. See you in the next video. Until then, bye.